നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരുന്ന ദൈവം, വിലപിച്ച നിന്റെ ജീവിതം സന്തോഷമാക്കി തരുന്ന ദൈവം. നിങ്ങൾ ദുഃഖിച്ച് നടക്കുന്ന വ്യക്തിയാണോ? എന്നും സങ്കടവും, എന്നും പ്രയാസവും, എന്നും വിലാപവും മാത്രമാണോ നിങ്ങൾക്ക്? നിങ്ങളോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. നിങ്ങൾ അകപ്പെട്ട് കിടക്കുന്ന ആ ദുഃഖകരമായ അവസ്ഥയിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയും? 30-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യം, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ടു നീ അഴിച്ച് എന്നെ സന്തോഷം ഉടിപ്പിച്ചിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുകയാണ്, വിലപിച്ചു നടന്നത് മതി, ദുഃഖിച്ചു നടന്നത് മതി. ആ വിലാപത്തെ നൃത്തമാക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവം. വേദപുസ്തക ചരിത്രത്തിൽ ഒരപ്പൻ പുത്രനഷ്ട നിമിത്തം വാവിട്ട് കരയുന്ന ചരിത്രം വിശുദ്ധ വേദപുസ്തകത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ അദ്ദേഹം ചോദിക്കുകയാണ്, ഈ ദുഃഖം എന്നു മാറും, ഈ വിലാപം എന്നു മാറും? താൻ ഏറ്റവും സ്നേഹിച്ച, തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുത്രൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അതായിരുന്നു ദുഃഖം. പിന്നെ മുമ്പോട്ടുള്ള നിമിഷങ്ങളിൽ ഓരോ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുകയാണ്. ഈ വിലാപം ആര് മാറ്റുമെന്ന് ചോദിച്ചിരുന്ന് നിലവിളിക്കുന്ന ആ ഭക്തനായ മനുഷ്യൻ ഒരു ദിവസം തിരിച്ചറിഞ്ഞു, തൻ്റെ മകൻ മരിച്ചിട്ടില്ല, അവനൊരു രാജ്യത്തിലെ രാജാവിന് തുല്യമായ പദവിയിൽ ഇരിക്കുകയാണ്. തൻ്റെ അപ്പനെ കയറ്റിക്കൊണ്ടു പോകുവാൻ യോസഫ് അയച്ച രഥങ്ങൾ പ്രാർത്ഥിക്കുന്ന യാക്കോബിന്റെ വീട്ടുമുട്ട് വന്ന് നിന്നപ്പോ യാക്കോബിന്റെ മനസ്സ് ആനന്ദിക്കാൻ തുടങ്ങി. എന്താണ് ഈ വചനത്തിലെ സന്ദേശം? ദുഃഖം കടിച്ചമർത്തി എന്റെ വിലാപം ആര് തീർക്കും, എന്റെ ദുഃഖം ആര് മാറ്റുമെന്ന് ആരോടും പറയാതെ ഉള്ളിൽ ഞരങ്ങുന്ന പ്രിയ സ്നേഹിത, ദൈവം നിന്നോട് സംസാരിക്കുക. നിനക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യം നിന്റെ ലൈഫിൽ നടക്കാൻ പോവാം. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരുന്ന ദൈവം, വിലപിച്ച നിന്റെ ജീവിതം സന്തോഷമാക്കി തരുന്ന ദൈവം. യോസഫ് അയച്ച രഥങ്ങളിൽ അപ്പൻ കയറി തൻ്റെ മകനെ കാണാൻ ചെന്നിട്ട് കൊച്ചുമക്കളെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, തൻ്റെ മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അപ്പൻ പറയുകയാണ്, നിന്നെ കാണുമെന്ന് വിചാരിച്ചതല്ല, എന്നാൽ നിന്റെ മക്കളെ കൂടെ കാണുവാൻ ദൈവം ഇടയാക്കി തീർത്തു. ഈ ദിവസങ്ങളിൽ നിന്റെ ദുഃഖം സന്തോഷമാകും. നിന്റെ രട്ടുകളെ അഴിച്ച് നിന്നെ അവൻ സന്തോഷം ഉടിപ്പിക്കും. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ദുഃഖകരമായ അവസ്ഥകൾ മാറട്ടെ, പരാജയകരമായ അവസ്ഥകൾ മാറട്ടെ. മറുപടിയുടെ ശബ്ദം ഞങ്ങൾ കാതുകളിൽ കേൾക്കുകയാണ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ, രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, പോരാട്ടങ്ങൾ മാറിപ്പോകട്ടെ. നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദിവസങ്ങളിൽ സന്തോഷിക്കാനുള്ള വക ദൈവം ഒരുക്കി തരും. ഗോഡ് ബ്ലസ് യു.